Hi, hello all, welcome to my YouTube channel. സ്ട്രക്ചറലിസം ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ മൂവ്മെൻ്റ് ആണ്. ഒരു പവർഫുൾ ആണ്, കുറച്ചും കൂടി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ലിറ്ററി തിയറി എടുത്ത് നോക്കിയാലും ക്രിറ്റിസിസം എടുത്ത് നോക്കിയാലും 1960s ഓൺവേർഡ്സ് ആണ് സ്ട്രക്ചറലിസം എസ്റ്റാബ്ലിഷ്ഡ് ആയി തുടങ്ങിയത്. അത് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള ഫെർഡിനൻഡ് ഡി സെഷൂർ ആണ്. ആൻഡ് സ്ട്രക്ചറലിസം ഒരു എന്താ പറയുക, നമുക്കതിനെ ഒരു സിസ്റ്റം ഓഫ് സിഗ്നിഫിക്കേഷൻ എന്ന് പറയും. അതായത് സ്ട്രക്ചറലിസം ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് എ സിസ്റ്റം ഓഫ് സിഗ്നിഫിക്കേഷൻ. അതായത് കോഡ്, ഒരു സിസ്റ്റം ഓഫ് കോഡിൻ്റെ ഒരു പ്രോഡക്റ്റാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഈ എലിമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സിസ്റ്റങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് സ്ട്രക്ചറലിസം ഫോക്കസ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫെർഡിനൻഡ് ഡി സെഷൂറിൻ്റെ തിയറി ഓഫ് ലാംഗ്വേജ് ആണ്. സ്ട്രക്ചറലിസം കൊണ്ടുവന്നത് ഫെർഡിനൻഡ് ഡി സെഷൂറിൻ്റെ തിയറി ഓഫ് ലാംഗ്വേജ് ആണ്. അദ്ദേഹത്തിൻ്റെ എസ്സേ അല്ലെങ്കിൽ വർക്ക് ആയിട്ടുള്ള കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് 1960 പബ്ലിഷ് ചെയ്ത അതിനകത്താണ് എന്താണ് സ്ട്രക്ചറലിസത്തിൻ്റെ തിയറി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. സൈനും സിഗ്നിഫയറും സിഗ്നിഫൈഡും, ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് കോൺസെപ്റ്റുകൾ ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തു. സൈൻ എന്ന് പറയുന്നത് a word written on a paper. അതാണ് സൈൻ എന്ന് പറയുന്നത്. സിഗ്നിഫയർ എന്ന് പറയുന്നത് സൗണ്ട് ഓഫ് ദ വേർഡ് വെൻ വി അട്ടർ ദ വേർഡ്. സിഗ്നിഫൈഡ് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ്. ഈ സിഗ്നിഫയറും സിഗ്നിഫൈഡും കൂടി ചേരുന്നതാണ് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി പറയേണ്ടതെന്ന് വെച്ചാൽ ലാംഗ്വേജിനെ ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുക. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. ലാംഗ്വേജിനെ ഒരു സിസ്റ്റം ഓഫ് സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയറും സിഗ്നിഫൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആർബിട്രറി ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് സൗണ്ട് ഇമേജും കോൺസെപ്റ്റും തമ്മിലുള്ളത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആർബിട്രറി ആണ്. പിന്നെ അത് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്യേണ്ടത് റിലേഷണലി ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ഇതിൻ്റെ കോമ്പിനേഷനും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ഇതെങ്ങനെ ഒപ്പോസ്ഡ് ആവുന്നു അതിനെ ബേസ് ചെയ്തിട്ട് വേണം ലിംഗ്വിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്യാനെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദെൻ സ്ട്രക്ചറൽ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? എല്ലാ കാര്യത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അതാണ് സെഷൂർ പറയുന്നത്. ദെൻ അടുത്തതെന്ന് വെച്ചാൽ 2 ബേസിക് ടൈപ്സ് ഓഫ് സ്ട്രക്ചറലിസം. ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദി സ്റ്റഡി ഓൺ ദി പാറ്റേൺസ് ഫോംഡ് ബൈ ദ ലിംഗ്വിസ്റ്റിക് എലിമെൻറ്റ്സ്. അതാണ് മോർ കോമൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന ടേംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫെർഡിനൻഡ് ഡി സെഷൂറിൻ്റെ എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സിലെ വഴിയാണ് ഇദ്ദേഹം സ്ട്രക്ചറലിസം എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ സെഷൂർ എങ്ങനെയാണ് സൈനെ ഡിഫൈൻ ചെയ്യുന്നത്? സൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. സിഗ്നിഫയർ എന്താണോ സിഗ്നിഫൈഡ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ഇനി സെഷൂറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റിക്സിലും സെമിയോട്ടിക്സിലുമാണ് സെഷൂറിൻ്റെ ഐഡിയാസ് അദ്ദേഹം ഫൗണ്ടേഷൻ ലേ ചെയ്തേക്കുന്നത്. ഇനി സ്പീച്ച് എലിമെൻറ്റ്സ് ഏതൊക്കെയാണുള്ളത്? ലാങ്ങും പരോളും. പരോൾ എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ഇൻ ലാംഗ്വേജ് ആണ്, അതായത് ലാംഗ്വേജിൻ്റെ ആക്ച്വൽ യൂസ്. ലാങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തിയറിറ്റിക്കൽ സിസ്റ്റം, അതായത് ഒരു ലാംഗ്വേജിൻ്റെ റൂൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ് ലാങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്നാണ് വിളിക്കുന്നത്. പിന്നെ വേറെ 2 ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് സിങ്ക്രോണിക് ആൻഡ് ഡയക്രോണിക് സ്റ്റഡി. സ്ട്രക്ചറലിസത്തിനകത്ത് വരുന്ന 2 ഡിസ്റ്റിങ്ഷൻസ് ആണ്. സിങ്ക്രോണിക് സ്റ്റഡി എന്ന് വെച്ചാൽ ലാംഗ്വേജിനെ നമ്മൾ എന്താ പറയുക, ഒരു അറ്റ് എ ഗിവൺ ടൈം അല്ലെങ്കിൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ പഠിക്കുന്നു, അതിനെയാണ് സിങ്ക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഡയക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, പിന്നെ സെഷൂറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ സെഷൂർ ഒരു സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ്, സെമിയോട്ടീഷ്യൻ ആണ്, ഫിലോസഫർ ആണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സൈനായിട്ടാണ് ഇദ്ദേഹം കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹം മീനിങ് ആട്രിബ്യൂട്ട് കൊടുത്തിരിക്കുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സൈനാണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ സോഷ്യൽ കൺവെൻഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ റൂൾസ്. വേർഡിന് മീനിങ് ഒന്നും ഇല്ല, ആൻഡ് എക്സെപ്റ്റ് എന്താണ് ഈ കൺവെൻഷൻസ് കൊടുക്കുന്ന മീനിങ് അല്ലാതെ, അതായത് വേർഡിന് സ്വന്തമായിട്ടൊരു മീനിങ് ഇല്ലെന്ന് നമ്മൾ കൊടുക്കുന്ന മീനിങ്സ് ആണ് ഓരോ വേർഡിനും ഉള്ളതെന്നാണ് പറയുന്നത്. എല്ലാ ഹ്യൂമൻ ആക്ടിവിറ്റിക്കും എന്താണ് അതിൻ്റെ മീനിങ് കിട്ടുന്നത് ലാംഗ്വേജ് സിസ്റ്റത്തിലൂടെയാണ്. അതുപോലെ തന്നെ ആ ലാംഗ്വേജ് സിസ്റ്റത്തിന് മീനിങ് കിട്ടുന്ന ഇതിൻ്റെ കൂടെയാണ് ഹ്യൂമൻ സൊസൈറ്റി എങ്ങനെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കൺസ്ട്രക്റ്റഡ് ആണ്, അതൊന്നും നാച്ചുറൽ അല്ല എന്നാണ് പറയുന്നത്.
സെഷൂറിൻ്റെ കോൺസെപ്റ്റ് ഓഫ് സൈൻ എന്ന് പറയുന്നത് സെഷൂർ ആർഗ്യൂ ചെയ്തിരിക്കുന്ന എന്താണ്, സൈൻ എന്ന് പറയുന്നത് സിഗ്നിഫൈഡിൻ്റെയും സിഗ്നിഫയറിൻ്റെയും കോമ്പിനേഷനാണ്. സിഗ്നിഫൈഡ് എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ, സിഗ്നിഫയർ എന്ന് വെച്ചാൽ സൗണ്ട് ഇമേജ് അല്ലെങ്കിൽ വിഷ്വൽ ഇമേജ്. ഓക്കെ, പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫൈഡും സിഗ്നിഫയർ എന്ന് പറയുന്നത് ആർബിട്രറി ആണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആർബിട്രറി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാൻഡം ചോയ്സിനെ അല്ലെങ്കിൽ കൂടുതൽ ആലോചിക്കാതെ എടുത്ത് ചാടുന്ന നമ്മൾ തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് മാറാവുന്ന അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് എടുക്കുന്നത്, അതാണ് ആർബിട്രറി എന്ന് പറയുന്നത്. ഒരു റാൻഡം ചോയ്സിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ചോയ്സിനെ ബേസ് ചെയ്ത്, അല്ലാതെ ഒരു റീസണോ സിസ്റ്റമോ ഒരു എസ്റ്റാബ്ലിഷ് റൂളോ കാണത്തില്ല. ഒരു ക്ലിയർ ലോജിക്കൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റാഷണേൽ അതിൻ്റെ പുറകിൽ കാണത്തില്ല. എടുപിടി എന്ന് പറഞ്ഞ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതാണ് ആർബിട്രറി എന്ന് പറയുന്നത്. സോ ഈ സിഗ്നിഫൈഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആർബിട്രറി എന്ന് വെച്ചാൽ അതിനെ നമുക്ക് അത് ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് സിഗ്നിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്. അപ്പോൾ സെഷൂർ പറഞ്ഞിട്ടുള്ളത് സൈന് 2 പാർട്ടാണുള്ളത്, സിഗ്നിഫയറും സിഗ്നിഫൈഡും. സിഗ്നിഫയർ എന്ന് പറയുന്ന ഈ ഫോമിലാണ് അതായത് എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സിഗ്നിഫൈഡ് എന്താണെന്നുള്ളത്. സിഗ്നിഫയർ എന്ന് പറയുമ്പോൾ വിഷ്വൽ ഇമേജ് അല്ലെങ്കിൽ ആ സൗണ്ട് ഇമേജിനെയാണ് നമ്മൾ സിഗ്നിഫയർ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ സിഗ്നിഫൈഡും സൈൻ എന്താണെന്ന് പറഞ്ഞിട്ട് എന്താണ് സിഗ്നിഫയർ, അതിനുശേഷം സിഗ്നിഫൈഡ് എന്താണെന്നും കൂടി പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മാർക്ക് അവിടെ വീഴും. ഇനി സ്ട്രക്ചറലിസത്തിനെ കുറിച്ച് നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റത്തിനും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യത്തിനും ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറുണ്ട്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ലാംഗ്വേജിന് പോലും ഒരു സ്ട്രക്ചറുണ്ട്, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ ആണ്. പിന്നെ എന്താ പറയുക, ആ ഒരു എസ്സേക്കകത്താണ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ലെക്ചർ നോട്ട്സ് ആണ്. അതിനകത്താണ് സൈൻ, സിഗ്നിഫൈഡ്, സിഗ്നിഫയർ, അതുപോലെ സിങ്ക്രോണിക് എന്താണ്, ഡയക്രോണിക് അപ്രോച്ച് ഓഫ് ലാംഗ്വേജ് എന്താണെന്നും ലാങ് ആൻഡ് പരോൾ എന്താണെന്നും അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ കോൺട്രിബ്യൂഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. പിന്നെ ഇപ്പം എസ്സേ ഓൺ സ്ട്രക്ചറലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ 1950s വന്നൊരു ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് ആണെന്നും ആരൊക്കെയാണ് സ്ട്രക്ചറലിസ്റ്റുകളെന്ന് പറയുക, സെഷൂറിനെ കുറിച്ച് പറയുക, അദ്ദേഹം ആരാണെന്ന് പറയുക, അദ്ദേഹത്തിൻ്റെ റൂൾസ് എന്താണെന്ന് പറയുക, സൈൻ എന്താണ്, സിഗ്നിഫയർ എന്താണ്, സിഗ്നിഫൈഡ് എന്താണെന്ന് പറയുക. പിന്നെ നമ്മളിപ്പോൾ പഠിച്ച സിങ്ക്രോണിക്, ഡയക്രോണിക്, ലാങ്, പെറോള്, ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. ഇനി നമ്മൾ വേറെ 2-3 സ്ട്രക്ചറലിസ്റ്റുകളെയും കൂടെ പഠിക്കണം. അതായത് ഫസ്റ്റ് വൺ ഫ്രഞ്ച് ക്രിട്ടിക് ആയിട്ടുള്ള റൊളാൻഡ് ബാർത്സ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹം അതായത് ഈ ടെക്സ്റ്റിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അതാണ് നോക്കേണ്ടത്. അപ്പം ഏർലിയർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഥർ സെൻട്രിക് ആയിരുന്നു. അതെന്ന് പറയുന്ന ഓഥറിൻ്റെ ഇൻറ്റൻഷൻസ് വെച്ചിട്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് അനലൈസ് ചെയ്ത് ഓഥറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ടായിരുന്നു ടെക്സ്റ്റിന് മീനിങ് കൊടുത്തിരുന്നത്. സോ അക്കോർഡിംഗ് ടു റൊളാൻഡ് ബാർത്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഥറിൻ്റെ ഇൻറ്റൻഷൻസ് എല്ലാം ഇറലവൻ്റ് ആണ്, ടെക്സ്റ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ഡിക്ലറേഷനാണ്. അദ്ദേഹം നടത്തിയൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഡിക്ലറേഷൻ എന്താണ്, ഓഥർ ഈസ് ഡെഡ്. അതായത് ആഫ്റ്റർ ദ വർക്ക് ഈസ് ബീങ് കംപ്ലീറ്റഡ് ദ ഓഥർ ഈസ് ഡെഡ്. ഡെത്ത് ഓഫ് ദി ഓഥർ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. ഇദ്ദേഹമാണ് ഡിക്ലെയർ ചെയ്ത് ഓഥർ ഡെഡാണ്. ഒരു വർക്ക് ഓഫ് ആർട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഥറിന് അവിടെ ഒരു പ്രാധാന്യവുമില്ല. പിന്നെ ടെക്സ്റ്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇനി റോമൻ യാക്കബ്സൺ എന്ന് പറഞ്ഞ മനുഷ്യൻ ആരാണ്? അപ്പം അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ലിംഗ്വിസ്റ്റിക്സും പൊയറ്റിക്സും, ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് പൊയറ്റിക്സ്. അദ്ദേഹം ഒരു 6 എലിമെൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് പൊയറ്റിക്സിനകത്ത് ഒരു 6 കോഡ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഈ കോഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ ഇതായിട്ട് അറിയേണ്ട കാര്യമില്ല. ഇതെന്ന് പറയുന്നത് സ്ട്രക്ചറലിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർക്ക് വഴി 1960 ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് പൊയറ്റിക്സ് എന്ന വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു വർക്കിനകത്ത് അദ്ദേഹം കമ്മ്യൂണിക്കേഷണൽ മോഡലും ഫംഗ്ഷൻസ് ഓഫ് ലാംഗ്വേജിനെ കുറിച്ചുമാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു റഷ്യൻ അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആണ്, ലിറ്റററി തിയറിസ്റ്റ് ആണ്, മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് ആണ് സ്ട്രക്ചറലിസത്തിലെ, ലിംഗ്വിസ്റ്റിക്സിലെ. അപ്പം മോഡേൺ ലിംഗ്വിസ്റ്റിക് തിയറിയും സെമിയോട്ടിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് സയൻസ്, അതിനകത്തെല്ലാം ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ തിയറീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഈ ലാംഗ്വേജിൻ്റെ വേർഡ്സുകൾ അല്ലെങ്കിൽ സൗണ്ടുകൾ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെ കുറിച്ച് ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അതായത് നമ്മുടെ ലാംഗ്വേജ് സിസ്റ്റം ഉണ്ടല്ലോ, അതിനകത്തുള്ള എസിമെട്രീസ് എന്തൊക്കെയാണെന്നുള്ളത്, അതായത് ആ ബാലൻസ് ഇല്ലായ്മ എന്തൊക്കെയാണെന്നുള്ളത്, ഇംബാലൻസസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു 6 പാർട്ട് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. സെൻഡർ, മെസ്സേജ്, റിസീവർ, കോണ്ടെക്സ്റ്റ്, കോഡ്, കോണ്ടാക്ട്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇദ്ദേഹത്തിന്. പിന്നെ ഫംഗ്ഷൻസ് ഓഫ് ലാംഗ്വേജ്, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജിനൊരു റെഫറൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്. അതായത് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷനെ കുറിച്ച്, വേൾഡിലുള്ള ഇൻഫർമേഷനെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ് റെഫറൻഷ്യൽ ഫംഗ്ഷൻ. അതൊരു ലാംഗ്വേജിൻ്റെ ഫംഗ്ഷനാണ്. ഇമോട്ടീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സ്പീക്കറിൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഇമോഷൻസിനെ കുറിച്ച് പറയുന്നു. കൊണേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്, അതായത് പിന്നെ എന്താ പറയുക, പിന്നെ അതുപോലെ തന്നെ ഫാറ്റിക് ഫംഗ്ഷൻ ഉണ്ട്. ഇതൊക്കെയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ഞാൻ, കൂടുതലായിട്ടുള്ള ഇതൊന്നും അറിയണ്ട നിങ്ങൾ. കൊണേറ്റീവ് ഫംഗ്ഷൻ, ഫാറ്റിക് ഫംഗ്ഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ലാംഗ്വേജ്. പിന്നെ ഒരു മെറ്റാ ലിംഗ്വിസ്റ്റിക് ഫംഗ്ഷനുണ്ട് ലാംഗ്വേജിന്, പൊയറ്റിക് ഫംഗ്ഷനുണ്ട്. പിന്നെ അപ്പോൾ സ്ട്രക്ചറലിസം ആയിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റ് ലിംഗ്വിസ്റ്റിക്സ് ആയിട്ട് എങ്ങനെയാണ് റോമൻ യാക്കബ്സൺ മാറുന്നത്? സ്ട്രക്ചറലിസ്റ്റ് ലിംഗ്വിസ്റ്റിക്സ് എന്നാണ്, അതായത് ലിംഗ്വിസ്റ്റിക്സിലും സ്ട്രക്ചറലിസത്തിലും ഇദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ലാംഗ്വേജ് സിസ്റ്റവും റിലേഷൻഷിപ്സും തമ്മിൽ, അതായത് മീനിങ്ങും ലാംഗ്വേജ് സിസ്റ്റവും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ലിംഗ്വിസ്റ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചർ, ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പോസിറ്റ്സ് വഴിയേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇദ്ദേഹവും പറയുന്നത്. ഓക്കെ. അദ്ദേഹത്തിന് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്ന ഫണ്ടമെൻറ്റൽസ് ഓഫ് ലാംഗ്വേജ് വരുന്നുണ്ട്, ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് പൊയറ്റിക്സ് വരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.